ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കക്കയിറച്ചി എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് കക്കയിറച്ചി കിട്ടി. അപ്പോൾ അത് ഞാനിവിടെ കിള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പായലും അത് തിന്നുന്ന ഇതൊക്കെയാണ്. അതിൻ്റെ ആ ഒരു വശം ഞാൻ കിള്ളിക്കളഞ്ഞേ. അതൊന്നും കാണിച്ചിട്ടില്ല. എന്നിട്ട് നല്ലതുപോലെ കഴുകി വെച്ചതാണ്. ഞാനപ്പോൾ ഇത് കിള്ളുന്നതിന് മുമ്പേ കുറേ പ്രാവശ്യം കഴുകി, വെള്ളം ഇങ്ങനെ അടിച്ചടിച്ച് കഴുകി. അപ്പോൾ ഈ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് ഞാൻ ആ ചെളിയൊക്കെ കുത്തിക്കളഞ്ഞത്. അപ്പോൾ ഇത് 1/2 കിലോയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഇടുന്നുള്ളൂ, കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇടാം. ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി, വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇടാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഇത്രയും വെള്ളം വറ്റിച്ചെടുക്കില്ല, നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഈ വെള്ളം നമുക്ക് മാറ്റിക്കളയണം ഈ കക്കയിറച്ചി വെന്ത് കഴിയുമ്പോൾ. ഇനി നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ പണ്ടൊക്കെ ഞാൻ കക്കയിറച്ചി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എന്നോടൊരാൾ പറഞ്ഞു തന്നത് ഈ വെള്ളം ഊറ്റിക്കളയണം, ഇതിനൊരു കട്ടുണ്ടെന്ന്. അന്ന് മുതൽ ഞാൻ കക്കയിറച്ചിയുടെ വെള്ളം ഇങ്ങനെ ഊറ്റിക്കളയും. അപ്പോൾ ഇത് കക്കയിറച്ചിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരാൻ ഇത്തിരി താമസമുണ്ട്. ഈ ചട്ടിയുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ചട്ടി നല്ലതുപോലെ ചൂടാവണം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5 or 6 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണമെങ്കിൽ പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി. അപ്പോൾ ദേ ഒരു പിടുത്തം ചുമന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മൂക്കട്ടെ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ ചുമന്നുള്ളിയും നല്ലതുപോലെ മൂത്ത് കിട്ടണം. സവാളേനേക്കാളും നല്ലത് ചെറിയ ഉള്ളി ഇടുന്നത് തന്നെയാണ്. അപ്പം നല്ലൊരു രുചിയും കിട്ടും. ഇതിലേക്ക് ഞാനൊരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും അവിടെ കിടന്ന് മൂക്കട്ടെ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കക്കയിറച്ചി വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും ഈ അരപ്പിന് വേണ്ടിയിട്ട് ഒരു നുള്ള്. ഇതിലേക്ക് ഇതേ ഒരു 3/4 സ്പൂൺ കാശ്മീരി മുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒട്ടും എരിവില്ല, നല്ലൊരു നിറവും കിട്ടും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ, കരിഞ്ഞൊന്നും പോകാതെ.
അപ്പോൾ അതേ മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കക്ക ഇറച്ചി കോരിയിട്ട് കൊടുക്കാം. ഒരു അരിപ്പക്കയിൽ വെച്ച് കോരിയിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ആ വെള്ളമൊക്കെ ഊർന്നു പൊക്കോളും. തീരെ പൊടിക്കൊക്കെ ഇറച്ചിയല്ല, ഒരുവിധം വലിപ്പമുണ്ട്. നമുക്ക് കിള്ളി എടുക്കാവുന്ന തരത്തിലുള്ളതായിരുന്നു. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കണം, നല്ല നിരത്തിയിട്ട് കൊടുക്കണേ. ഇതിവിടെ കിടന്ന് നല്ലപോലെ മുരിയട്ടെ. ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞും പോകണ്ട. ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെയാവും. ഈ ചെമ്മീനൊക്കെ മുരിയണ പോലെ മുരിഞ്ഞാൽ മതി. ചെമ്മീനൊക്കെ കൂടുതൽ മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെയായി പോകും. അതുപോലെ തന്നെയാണ് ഈ കക്ക ഇറച്ചി. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആകാൻ നിൽക്കണ്ട. ഇതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ തീയൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. നിരത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവസാനം ആ കുരുമുളക് പൊടിയുടെ ഒരു എരിവ് നല്ലൊരു ടേസ്റ്റാണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതേ നല്ലപോലെ മുരിഞ്ഞിട്ടൊക്കെയുണ്ട്. തീ ഓഫാക്കിയേ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കക്കയിറച്ചി കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.